നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ പീക്ക് സമ്മർ ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കൂളാൻ വേണ്ടിയിട്ട് ഞാൻ വ്യത്യസ്ത തരത്തിലുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക്സ് കാണിക്കാം, കൂട്ടത്തിൽ ഫ്രൂട്ട്സ് ജാറും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നാല് വ്യത്യസ്ത തരത്തിലുള്ള ഡ്രിങ്ക്സ് ആണ് കാണിക്കുന്നത്. അതിന് 4 ജാർ എടുത്തിട്ടുണ്ട്, ഗ്ലാസ് ജാർ. ഇതെല്ലാം സ്റ്റെറൈൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം ഇട്ടിട്ട് അതിനെ ഒന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. നമുക്ക് ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 6 ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമണിനെ ഒരു 5 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് അതിനെല്ലാം സൈഡൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിന്നൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ വല്ല കെമിക്കൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്നിട്ട് ഇതിനെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഈ ലെമണിനെ കട്ട് ചെയ്തെടുക്കാം. ലെമണെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 4 വ്യത്യസ്ത ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുരുവൊന്നുമില്ലാത്ത ഗ്രേപ്സ് ആണ്, ഗ്രീൻ ഗ്രേപ്സ്. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും പുളി രസമുള്ള ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗ്രേപ്സിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഗ്രേപ്സും കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പ് ഗ്രേപ്സ് എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് ഷുഗർ എടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ, അധികം ഷുഗർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഷുഗർ പോരാ, ശരിക്കും ഇതിനും കൂടുതൽ ഷുഗർ വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസിൽ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ ഫ്രൂട്ട്സിൽ ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ അധികം ഷുഗർ എടുക്കണം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ സ്ട്രോബെറി കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോബെറിയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. ഈ സ്ട്രോബെറിയിൽ ഇതുപോലെ ഷുഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിളിൽ ഇതുപോലെ ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും കൂടുതൽ ഷുഗർ എടുക്കണം കേട്ടോ. 1.5 കപ്പ് 2 കപ്പൊക്കെ എടുത്തോളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ജ്യൂസ് കിട്ടും നമുക്ക്. അടുത്തത് കിവി. പിന്നെ ഞാൻ കിവി അരിഞ്ഞെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കിവിയിലും ഇതുപോലെ തന്നെ ഷുഗർ ഇട്ടിട്ടുണ്ട്. തണ്ണിമത്തൻ അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഷുഗറും ഒക്കെ കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ഓരോ കൂട്ടും ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ മുന്തിരി ഗ്രേപ്സിൻ്റെ കൂട്ടിട്ട് കൊടുത്തു. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ലെമണും അതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു 4-5 പീസ് ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലെമണും ഗ്രേപ്സും അതിൽ മിക്സായി കിടക്കും. കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഷുഗറും. അതാണ് ഒരു ഗ്ലാസ് ജാർ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ജാർ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഷുഗറും കൂടെ നമുക്കിട്ടിട്ട് അതിനെ അടച്ചു വെക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അടുത്തത് സ്ട്രോബെറിയുടെ കണ്ടൻറ്റ് നമ്മളിടാണ്. സ്ട്രോബെറിയും ലെമണും കൂടെ മിക്സ് ചെയ്തിട്ട് അടുത്ത ജാർ ഫില്ല് ചെയ്യാണ്. ഇത് കിവിയും വാട്ടർമെലനും തണ്ണിമത്തൻ്റെയും കിവിയുടെയും മിക്സർ അടുത്ത ജാറിൽ ഫില്ല് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ പൈനാപ്പിൾ പിന്നെ ലെമണും. ഇപ്പോൾ തണ്ണിമത്തനും കിവിയുടെയിലും ഞാൻ ലെമൺ ആഡ് ചെയ്തില്ല. പൈനാപ്പിൾ ജാറിൽ ലെമൺ ആഡ് ചെയ്യുന്നുണ്ട്. ലെമണും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജാറിൻ്റെ മേലെയും കൂടെ ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതിനെ അടച്ചു വയ്ക്കാം. നല്ല ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു കവർ ചെയ്തും കൂടെ വെക്കുന്നുണ്ട്, റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നല്ല എയർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് വയ്ക്കണം. പിറ്റേ ദിവസം നമ്മൾ എടുക്കാൻ വരട്ടെ, 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്താൽ മതി. പക്ഷേ ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ജാർ ഓപ്പൺ ചെയ്തു നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഈ ജാറിൽ നിന്ന് 2-3 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ആ ഫ്രൂട്ട്സും ലെമണും മിക്സ് ചെയ്തിട്ടുള്ള മിക്സറിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു തണ്ട് പുതിന ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് 3-4 ഐസ് ക്യൂബ് ഇടുക. നല്ല തണുത്ത വെള്ളം. ഈ വെള്ളത്തിന് പകരം സോഡയോ അല്ലെങ്കിൽ സ്പ്രൈറ്റോ ഒക്കെ ചേർത്തിട്ട് കുടിക്കാം. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ സോഡയും സ്പ്രൈറ്റൊക്കെ ഇടുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. സാധാരണ നോർമൽ നല്ല ചിൽഡ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്ട്രോ കൊണ്ട് ഇളക്കി നമുക്ക് കുടിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അടുത്ത ജ്യൂസ് കിവിയും വാട്ടർമെലൻ്റെയാണ്. ഇത് മുന്തിരി ലെമൺ. ഇതുപോലെ തന്നെ സെയിം തന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്, പുതിന ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മുടെ പൈനാപ്പിൾ ലെമണാണ്. എന്നിട്ട് ഇതും അതുപോലെ തന്നെ സെയിം പുതിന ഇട്ടിട്ടുണ്ട്, ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്, വാട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 തരത്തിലുള്ള റിഫ്രഷിങ് ഡ്രിങ്ക്സ് തയ്യാറായിട്ടുണ്ട്. ഈ സമ്മർ കാലത്ത് നമ്മൾ ചൂടൊക്കെ അടിച്ച് പുറത്തുനിന്ന് കയറി വരുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ജാറുകൾ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് 2-3 ടീസ്പൂൺ കോരി എടുക്കുക. എന്നിട്ട് ഇത്തിരി ഐസ് ക്യൂബ് ഇടുക. അതല്ലെങ്കിൽ സ്പ്രൈറ്റോ അല്ലെങ്കിൽ സോഡയോ നല്ല ചിൽഡ് വാട്ടറോ ഒഴിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ജാറ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. ഇങ്ങനൊരു ജാറ് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.